എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിനുള്ള പ്രൊഡക്ഷൻ ക്യാഷ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി കഴുത്തിലോട്ട് കാണിച്ചിട്ട് ആ മാല ഇപ്പം ഉണ്ടോയെന്നറിയില്ല പോയി ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടന്നിട്ട് എന്താ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടുകാർക്ക് എന്താ ആർക്കും നഷ്ടമൊന്നുമില്ല, ഇത് പോയാൽ ഉണ്ടായില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര, എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു പുള്ളി. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ മിമിക്രിയിൽ സത്യൻ മാസ്റ്ററിന്റെ ഫാനാ പുള്ളി. അപ്പൊ മിമിക്രിയുടെ ആർട്ടിസ്റ്റുകൾ സത്യൻ മാസ്റ്ററിനെ ഓവറാക്കി വൾഗറാക്കി ചെയ്യുന്നു എന്നുള്ള ദേഷ്യം എന്റെ വൾഗറാക്കും. സത്യനെ കുറിച്ച് ABCD അറിയാൻ വയ്യാത്ത ആളുകൾ. എനിക്ക് അതിന്റെ ഭാഷ പറയുന്നത് പറയാ. ഞാൻ ഉണക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പിടിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ സത്യന്റെ എത്ര പടം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. പിടിച്ചൊരുത്തനെ പിടിച്ചു നിർത്തി. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാനിത് പ്രൊമോഷനാണ്. എനിക്കത് വളരെയധികം ഉണ്ട്. കാരണം സത്യന്റെ ധാരാളം പടം കണ്ടവനാ വളരെ ചെറുപ്പം പോലെ. ഇപ്പൊ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ നോക്കും, ഞങ്ങള് പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോ ചേട്ടൻ പനഞ്ചക്കര വേണോന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് എവിടം വരെ വന്നിട്ട് പൊള്ളാച്ചി പോയി കറങ്ങിയൊക്കെ വന്നു. അത് തിരിച്ചു വന്നപ്പോ പാലക്കാട് തന്നെ കിട്ടുമായിരുന്നു. ഒരു ആവശ്യമില്ല. അത് കുഴപ്പമില്ല. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് അഹങ്കാരമുണ്ട്. പെണ്ണുങ്ങൾ അപൂർവമായിട്ടല്ലേ ഡ്രൈവിംഗ് പഠിക്കുന്നത്. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ 100 പേരിൽ 10 പേരായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. അത് നിങ്ങളുടെ നാട്ടിലാണ്, ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ഓടിക്കും. അല്ലല്ല, 100 പേര് നമ്മൾ ടോട്ടൽ കണക്ക് കൂട്ടിയാലേ ടോട്ടൽ കണക്ക് കൂട്ടിയാല് ഇപ്പോഴും 10% ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മള് നിരത്തിലോട്ട് നമ്മള് വീട്ടിലാണ്, നമ്മുടെ നാടിനാണേലും പല നാട്ടിൽ കൂടെ അല്ലേ സഞ്ചാരം. അപ്പൊ നമ്മള് വഴിക്ക് വെച്ച് കാണുന്നതല്ലേ. ഇപ്പൊ 10 വണ്ടി പോയാൽ അതിൽ ഒരു വണ്ടിയല്ലേ പെണ്ണുങ്ങൾ കാണും. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ. പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടി നമുക്ക് ഓപ്പോസിറ്റ് വന്നാല് അല്ലെങ്കിൽ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അത് പല രീതിയിൽ അവർക്ക് അവരുടെ കാര്യം മാത്രം. കാരണം എന്ന് വെച്ചാൽ അവരെ ചെറുപ്പം പോലെ പെണ്ണാണ് എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടിങ് അവർക്ക് ഉണ്ടാവും. ആ രീതിയിൽ അത് എല്ലായിടത്തും അവർക്ക് കിട്ടണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരുപാട് പേര് അങ്ങനെ സ്വന്തം അനുഭവം ഉണ്ട്. വണ്ടി മേടിച്ചു കൊടുക്കും പക്ഷെ ഓടിക്കാൻ സമ്മതിക്കില്ല. ലൈസൻസ് എടുത്തു കൊടുക്കും പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അവരുടെ അംബിഷൻസിലേക്ക് അതിലേക്ക് എത്താനായിട്ട് പലരും പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കഴിവുള്ളവരാണ്, ആരും കഴിവില്ലാത്തവരോ കഴിവിട്ടവരോ അല്ല. പക്ഷെ നമ്മളുടെ ചിലപ്പോൾ പേരുദോഷം വരെ കേൾക്കേണ്ടി വരും. അങ്ങനെ 10 രൂപ ഒരുത്തിന് ഒരു ഡ്രൈവറെ വെച്ചിട്ട് 10 രൂപ അവന് കൊടുക്കില്ലെന്ന് കരുതി ദാരിദ്ര്യം കാണിക്കുന്നതെന്ന് പറയും. അല്ല, മമ്മൂക്ക പോലും ഇപ്പം കണ്ടിട്ടുണ്ട്, ഡ്രൈവറെ ബാക്കിലിരുത്തുള്ളൂ, പുള്ളി ഓടിക്കും എന്ന് കരുതിയിട്ട് ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. അതിന് സമയം എടുക്കും. പക്ഷെ അതിന് ശ്രമം ഉണ്ടാവും ചിലപ്പോൾ. ഇതെങ്ങനെ ഓടിക്കുന്നതൊക്കെ നോക്കി അവസരം കിട്ടിയല്ലേ ഓടിക്കാം. അവര് രണ്ടുപേരും കഴിവുള്ളവരാണ്. അവര് എനിക്കൊരു ആളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അത് അവരഭിനയിക്കുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. അവർക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്ന ജാസ്മിനാണ്. ജാസ്മിൻ ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. അപ്പോൾ അത് ഞാനത് പറയുമ്പോൾ പക്ഷേ ജാസ്മിൻ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, അഭിനയിക്കേണ്ട എന്നുള്ള രീതിയിൽ, നടിയാവണ്ട എന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷേ ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് ക്രച്ച്. ആര്യ ഭാർഗവൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ക്രൂ മെമ്പേഴ്സാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. 5 ലക്ഷം കടന്നിരിക്കുകയാണ് വ്യൂ. ഈ ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് ഒരു സിനിമ കണ്ട് കഴിഞ്ഞൊരു ഫീലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് കമൻസ്, അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം കഴിഞ്ഞ ശേഷം എന്താണ് ഫീൽ? കണ്ടതിന് ശേഷമുള്ള ഒരു ഫീൽ എന്താ? ബേസിക്കലി നമുക്ക് പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇത് റിലീസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയൊരു പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്. നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് ഒരു ദിവസം റിലീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വിട്ടിരുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് 2 ദിവസം മുന്നേ പാട്ടിറക്കുന്നു, സിനിമ റിലീസ് ചെയ്യുന്നു. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് വന്നൊരു റിവ്യൂസ് ഗംഭീരമായിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്കതിൻ്റെ നമ്മളൊരു സ്പൂൺ ഫീഡ് ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളത്. ഒരു ക്ലീഷ ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടാകും. നമ്മൾ കൊമേഴ്സ്യലിയും കൂടി ഇത് വർക്ക് ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇത് ഫെസ്റ്റിവൽസിന് പോവുകയും ഒരു 12 ഫെസ്റ്റിവൽസിന് തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു 5 അവാർഡൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ ഒരു റിലീസിന് വരുമ്പോൾ ഇത് കൊമേഴ്സ്യലി സക്സസ് ആവണം എന്നുള്ളൊരു പ്രതീക്ഷ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് 2 രീതിയിലും അത് പോകണം എന്നുള്ള രീതിയിൽ. പക്ഷേ അത് റിലീസ് ചെയ്തപ്പോൾ അതിഗംഭീരമായിട്ടുള്ള റിവ്യൂസ് വന്നു. കുറച്ചും കൂടി യൂത്തിന് കണക്റ്റായി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്ക് കണക്റ്റായി എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അനുഭവമാണ്, ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റിയിട്ട് അവർ കമൻറ്റ് സെക്ഷനിൽ പറയുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സ്വന്തം അനുഭവമായിട്ട് പറയുന്നു. അതൊക്കെ നമുക്കത് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു ടേക്ക്. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്
ഞാനൊരു തുടക്കക്കാരനാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഡയറക്ഷനിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 4 താരങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നു. 2 പേര് സോഷ്യൽ മീഡിയ താരങ്ങളാണ്, പിന്നെ ഇവർ 2 പേരും ടിൻ ചേട്ടനും രമേശ് ചേട്ടനും. അപ്പം ഞാനത് പോയി കഥ പറഞ്ഞ് നമ്മളവരെ കൺവിൻസ് ചെയ്ത് നമ്മളവരെ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഞാൻ മോശമാക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ വിജയിക്കുന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അപ്പം അങ്ങനെ 4 പേരെ ഞാൻ കൊണ്ടുവന്നു. അതിനുശേഷം ഇത് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടെൻഷൻ അപ്പോഴും എനിക്കുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസറും കൂടെയാണ് ഞാൻ. പക്ഷേ ഇത് റിലീസ് ചെയ്ത് ഇത്രയും ഒരു ഗംഭീര റെസ്പോൺസിബിൾ ഞാൻ വിചാരിച്ചില്ല. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അവർക്ക് ടിൻ ചേട്ടനായാലും രമേശ് ചേട്ടൻ്റെ ആയാലും ഒക്കെ ആക്ടിങ്ങും ഒക്കെ എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്. അതുപോലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എനിക്കൊന്നും അവർ ഇനിയും സിനിമയിലേക്ക് വരേണ്ടവരാണെന്നുള്ളൊരു അഭിപ്രായം അവരെ പറ്റി പറയും. അപ്പോൾ അതൊക്കെ എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് ആസ് എ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരുപാട് കഥകൾ കേൾക്കുന്ന ആളുകളാണ് നിങ്ങൾ 2 പേരും. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ? ചേട്ടൻ പറ എന്താ കാര്യം? അല്ല ടിനി പറ. എനിക്ക് ഞാൻ കുറേ കഥകൾ കേൾക്കുന്നതാണ്, സ്ക്രിപ്റ്റുകൾ വായിക്കുന്നതാണ്, അത്യാവശ്യം എഴുത്തുണ്ട്. ഒരാൾ വന്നൊരു പറഞ്ഞൊരു 10 സെക്കൻഡ് 15 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലൊരു സ്പാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഷോർട്ട് ഫിലിംസ് അങ്ങനെ ചെയ്യാറില്ല, വളരെ 1 or 2 ഒക്കെ. കാരണം ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഷോർട്ട് ഫിലിംസിന് ഇപ്പോൾ റീച്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ നമ്മൾ വെറുതെ മിസ്യൂസ് ആവുന്നത് ഫീൽ ചെയ്യാറുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതിപ്പോൾ റൂട്ടിലാണെങ്കിലും ഷോർട്ട് ഫിലിമിലാണെങ്കിലും മൈക്രോ ഫിലിം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒറ്റ ഷോട്ടുള്ളൂ. എനിക്ക് അതിൽ അഭിനയിക്കണമെന്ന്. കാരണം അത്ര മൈക്രോ ഫിലിം ഒറ്റ ഷോട്ട് ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് ആ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റിയെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനൊരു പ്രതലം വേണം മാത്രമേ ഉള്ളൂ അഭിനയത്തിന്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കാശ് എടുത്തിട്ട് നമുക്ക് ഒരു സിനിമ ചെയ്യാനോ ഷോർട്ട് ഫിലിം ചെയ്യാനോ പറ്റില്ല. അപ്പം നമ്മൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ വരുമ്പോൾ അതിന് നിന്നു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ തൊഴിലാണ്, എനിക്ക് വരുമാനം. അദ്ദേഹം എനിക്കൊരു തുക ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ കൂടുതലോ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനുള്ള എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിനുള്ള പ്രൊഡക്ഷൻ കാശ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി കഴുത്തിലോട്ട് കാണിച്ചിട്ട് ആ മാല ഇപ്പം ഉണ്ടോയെന്നറിയില്ല, പോയി ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടുകാർക്ക് എന്താ ആർക്കും നഷ്ടമൊന്നുമില്ല, ഇത് പോയാൽ ഉണ്ടായില്ലാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര. ഞങ്ങള് കാശ് പറക്കാൻ. അപ്പൊ ഇവൻ ഉക്രന്റെ ആക്ടറാണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞ വ്യാജന്മാരാണ്. വ്യാജ ഡോക്ടർ, പോലീസുകാരില്ലേ ബസ്സിലൊക്കെ കയറിയിട്ട് വേണ്ടെന്നൊക്കെ പറയും. പോലീസുകാരല്ല, അത് പറ്റടിച്ചിട്ടുണ്ട് ടിക്കറ്റ്. അപ്പൊ അതുപോലത്തെ ഒരു വ്യാജനാണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ അജിത് ഡോവലാണ്. അല്ലേ? എത്ര വേഷങ്ങൾ മാറി ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി അങ്ങനെ സ്പൈ വർക്ക് ചെയ്ത്. അപ്പൊ അയാൾ അസാധ്യ നടനല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഏറ്റവും വ്യാജ ഡോക്ടർ അവരാണ്. കാരണം നമ്മളെ ലോകത്തിനെ കബളിപ്പിക്കുന്ന ആൾക്കാരില്ല. അപ്പൊ എന്നെ എന്തായാലും ഈ ഇന്റർവ്യൂടെ കൂടി എനിക്ക് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞല്ലോ. അതിന് സത്യം പറയാതെ അപ്പൊ ഇവൻ നല്ല പ്രസന്ററാണ്. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇനി എന്തായാലും നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അപ്പൊ ടിനി അങ്ങനെയാണ് വന്നത്. ഞാൻ വന്നത് എന്റെ അർത്ഥം വേറെ ഇതാണ്. അതായത് ഞങ്ങൾ തമ്മിൽ ഇതിനു മുൻപ് പരിചയമുണ്ട്. വേറൊരു പടം ചെയ്തിരുന്നു. പുള്ളി അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. ഞാൻ സായി കൃഷ്ണയുടെ കൂടെ വർക്ക് അസോസിയേറ്റ് ആയിട്ട്. സായി കൃഷ്ണ ആരാന്ന് പറ ആദ്യം. സായി കൃഷ്ണ എന്ന് പറയുന്നത് മറ്റേ ജയരാജ് സാറിന്റെ ഒരുപാട് 4-5 പടത്തിൽ 4 പടത്തിൽ ഞാൻ സായി കൃഷ്ണ വർക്ക് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വർക്ക് ചെയ്ത പെരുങ്കളിയാട്ടം വരെ. അപ്പം ആ സായിയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അതുപോലെ തന്നെ അവർ ഒരുമിച്ച് പടങ്ങൾ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തു, സീ ഓഫ് ലവ്. സീ ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിനോട് ഇത്രയധികം ആത്മാർത്ഥത പുലർത്തുന്ന, യാതൊരു വിധത്തിലുള്ള ലാഭവും ഇച്ഛിക്കാതെ ഒരേ ഒരു ലാഭമുള്ളൂ, അത് സിനിമാക്കാരനാകുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു വലിയ സിനിമാക്കാരനാണോന്നോ ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം അതാണ് എന്നെ അദ്ദേഹം ഒരു സബ്ജക്റ്റ് ഉണ്ട്, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ശേഖരിക്കുമെന്ന് ചോദിച്ചു. ഡേറ്റ് എപ്പോഴാണെന്ന് പറ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു, വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. അന്ന് ചേട്ടൻ പറഞ്ഞു ഒരു വർക്ക് ചെയ്യുമ്പോൾ സഹകരിക്കും എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെ, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതാണ് എനിക്ക് ഈ സിനിമയിലേക്ക് വരാൻ. മറ്റു കഥയോ കാര്യങ്ങളോ ഒന്നും ഞാൻ
ചോദിച്ചില്ല, പറഞ്ഞില്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല രമേശ് ചേട്ടനാണ് ഇതിലെ വില്ലൻ എന്നുള്ള കാര്യം. എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു പുള്ളി. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ മിമിക്രിയില് സത്യൻ മാസ്റ്ററിന്റെ ഫാനാ പുള്ളി. അപ്പൊ മിമിക്രിയുടെ ആർട്ടിസ്റ്റുകൾ സത്യൻ മാസ്റ്ററിനെ ഓവറാക്കി വൾഗറാക്കി ചെയ്യുന്നു എന്നുള്ള ദേഷ്യം എന്റെ വൾഗറാക്കുന്നു. ഓവർന്ന് വൾഗറാക്കുന്നു. സത്യനെ കുറിച്ച് ABCD അറിയാൻ വയ്യാത്ത ആളുകൾ. എനിക്ക് അതിന്റെ ഭാഷ പറയുന്നത് വേറെയാ. ഞാൻ ഉണക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പിടിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ സത്യന്റെ എത്ര പടം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. പിടിച്ച ഒരുത്തനെ പിടിച്ചു നിർത്തി. സിനിമയുടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഞാനിത് പ്രൊമോഷനാണ്. അല്ല, എനിക്കത് വളരെയധികം ഉണ്ട്. കാരണം സത്യന്റെ ധാരാളം പടം കണ്ടവനാ വളരെ ചെറുപ്പം പോലെ. അപ്പൊ ആ ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത് വലിയ ബാനർ പടം ചെയ്തിരിക്കുന്നത് ഒരുമിച്ച്. ഇപ്പൊ പെരുങ്കളിയാട്ടത്തില് ഭയങ്കര മറ്റേ ഷാജി സാറാണ് ക്യാമറമാൻ. അദ്ദേഹം അത്രയും വലിയ ഒരു ക്യാമറമാൻ. ഇതിന്റെ ഇടയിൽ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കുറെ നേരമായിട്ട്. സത്യം മാസ്റ്റർ നിൽക്കണ നിൽക്കണത്. അപ്പൊ എന്നിട്ട് വിളിച്ചിട്ട് അപ്പോഴാണ് പുള്ളിയുടെ ഉള്ള കുടിപ്പകയായിരുന്നു എന്നോട്. അതിനുശേഷം വേറെ സിനിമ ചെയ്തിട്ട് അതേ സ്പാർക്കോട് കൂടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതാണ്. അപ്പോ നമുക്ക് പറഞ്ഞു തരിക, എല്ലാ ആംഗിളും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഡയറക്ടർ ഉണ്ട്. അത് എല്ലാ ആംഗിളും പുള്ളിക്ക് അറിയാം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. എൻ്റെ ഡ്രസ്സ് പോലും ഒറിജിനൽ MVD എടുത്ത് പോയിട്ട് കളക്ട് ചെയ്തത്. അത് അല്ല സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അല്ലെങ്കിൽ ഉപയോഗിച്ച് ഇതായിട്ട് വരണമല്ലോ, കാണുമ്പോ അതിനൊരു അല്ല മറ്റേ പുതുമ ഫീൽ ചെയ്യും. മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് മേക്കപ്പ് പോലും ശ്രദ്ധിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. കാരണം എൻ്റെ അടുത്ത് പുള്ളി ഇങ്ങനെ ടച്ച് ചെയ്യണോ എന്നൊന്നും പറഞ്ഞില്ല. ആ ടാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു MVD എന്ന് പറഞ്ഞാല് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന MVD സൺ ടാൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ. അപ്പൊ അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞങ്ങളും ആഗ്രഹിച്ചു ഇതുപോലത്തെ ഒരു ക്യാരക്ടർ സിനിമയിൽ പെർഫോം ചെയ്യും. ഇതിൽ കാണുമ്പോൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയിൽ അങ്ങനത്തെ ക്യാരക്ടർ തിരിച്ചിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്ങനെ ഇത്തരം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഇതിലിപ്പോ മൈന്യൂട്ട് ഡയറക്ടർ അത് എനിക്ക് തോന്നിയിരുന്നത് ഇവര് പ്രത്യേകിച്ച് ടിനിചേട്ടൻ ആ രീതിയിൽ ഹ്യൂമറിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ടിനിചേട്ടൻ ഞാൻ പറയുന്നത് തിലൻ സാർ ചെയ്യുന്ന ഒരു ഹ്യൂമർ ഉണ്ട്. പുള്ളി സീരിയസ് ആയിട്ടാണ് പറയുക, പക്ഷെ നമുക്ക് കണ്ടാ ചിരി വരും. പക്ഷേ അതിന് പുള്ളി ഒരു ഗോഷ്ടിയും കാണിക്കില്ല. അത് ചില ആൾക്കാർക്ക് പറ്റും. അപ്പം അത് ഞാൻ പറഞ്ഞ ചേട്ടൻ ഇനി അങ്ങനത്തെ കോമഡി ശ്രമിക്കണം, അതിനകത്തൊരു സാധനം ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒരു വെർഷൻ അതിനകത്ത് ഞാൻ ചെയ്തു തരിക. പുള്ളി സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ കാണുന്നവർക്കാണ് അത് തമാശയായിട്ട് തോന്നുന്നത്. എന്നെ ഒരു വലിയ റൈറ്റർ പറഞ്ഞു, തന്റെ രൂപം ഒരു ഗുണ്ടയുടെയാണ്, പക്ഷെ താൻ ചെയ്യുന്ന തൊഴില് കോമഡി, ഇതെങ്ങനെ ചേർന്ന് വരും എന്ന് ചോദിച്ചു. അപ്പൊ ഭയങ്കര വലിയ റൈറ്ററാ. ഞാൻ പറഞ്ഞു അതാണ് ബാലൻസ് ആണ്, ഒരു ചരടുമേലുള്ള കളിയാണ്, അത് ഇത്തിരി കൂടിപ്പോയി ഓവറായി പോകും, ഓവർഡു ആയി പോകും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് അത് ഞാൻ ഈ ഷോർട്ട് ഫിലിം അമ്മയിലെ എല്ലാ മെമ്പേഴ്സിനും അയച്ചു. ബ്രോഡ്കാസ്റ്റ് ഉണ്ട് 350 രൂപ. മമ്മൂക്ക ലാലേട്ടൻ അടക്കം മമ്മൂക്ക അടുത്ത് കമന്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം വന്നത് ആ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, അതിനത്ര ഇമ്പാക്ട് ഉണ്ടാവും വിചാരിച്ചില്ല. കാരണം നെഗറ്റീവ് സാധനോട് പറഞ്ഞത്, പക്ഷെ പുള്ളിക്കറിയാം പുള്ളിയുടെ സന്തോഷമാണ്. എല്ലാം വീഡിയോ അങ്ങനെയാന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. തോറ്റു പോകുമ്പോ ഒരാളെ ഇല്ലാണ്ടാക്കണാണ് ശരിക്കും അത്. കാരണം പക്ഷെ അവള് ഫൈറ്റ് ചെയ്ത് വരണം. ഇപ്പൊ സിനിമയിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ നോക്കും, ഞങ്ങള് പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോ ചേട്ടൻ പനഞ്ചക്കര വേണോന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് എവിടം വരെ പോയി, പൊള്ളാച്ചി പോയി കറങ്ങിയൊക്കെ വന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോ പാലക്കാട് തന്നെ കിട്ടുമായിരുന്നു, ഒരു ആവശ്യമില്ല. അത് ഡ്രൈവിങ്ങിന്റെ സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് വിട്ടുപോയാൽ. ഇപ്പൊ എനിക്കറിയാം ചില നടന്മാരുണ്ട് സ്പെഷ്യലി ഏബിൾഡ് ഒന്നും അല്ല, അവര് വണ്ടി ഓടിക്കില്ല, ഭയങ്കര ഭയമാണ്. ഇപ്പൊ അങ്ങനെ എനിക്ക് റിസബാവിക്ക് അങ്ങനെ ഇരുന്ന് അശോകൻ ചേട്ടനെ ഓടിക്കില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചില ആൾക്കാരെ വണ്ടി, അത് ചിലപ്പോ വലിയ ഭയം തട്ടിയതായിരിക്കും, കോട്ടയം നസീർ ഓടിക്കൂല. അപ്പൊ ഞാൻ ചോദിക്കും, വില കൂടിയ വാഹനം മേടിച്ചിട്ട് കാര്യമില്ല, അത് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു കാർ അപ്പോളസ്റ്റർ ചെയ്തിട്ട് ബാക്കിൽ ഒരു അംബാസിഡർ, അതാണ് നല്ലത്. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ അല്ലേ കൊടുക്കുന്നത്, നമുക്ക് സ്വിം ചെയ്യാൻ പറ്റണം, വണ്ടി ഓടിക്കാൻ പറ്റണം. ഒരുപാട് പേര് അങ്ങനെ സ്വന്തം അനുഭവം ഉണ്ട്. അതായത് വണ്ടി മേടിച്ചു കൊടുക്കും പക്ഷെ ഓടിക്കാൻ സമ്മതിക്കില്ല, ലൈസൻസ് എടുത്ത് കൊടുക്കും പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അവരുടെ അംബിഷൻസിലേക്ക് അതിലേക്ക് എത്താനായിട്ട് പലരും പറഞ്ഞു നമുക്ക് എല്ലാവരും കഴിവുള്ളവരാണ്, ആരും കഴിവില്ലാത്തവരോ കഴിവിട്ടവരോ അല്ല. പക്ഷെ നമ്മളുടെ ചിലപ്പോൾ പേരുദോഷം വരെ കേൾക്കേണ്ടി വരും. 10 രൂപ ഒരു ഡ്രൈവറെ വെച്ചിട്ട് 10 രൂപ അവന് കൊടുക്കില്ലെന്ന് കരുതി ദാരിദ്ര്യം കാണിക്കുന്നതെന്ന് പറയും. അല്ല മമ്മൂക്ക പോലും ഇപ്പം കണ്ടിട്ടുണ്ട്, ഡ്രൈവറെ ബാക്കിൽ ഇരുത്തുള്ളൂ, പുള്ളി ഓടിക്കും എന്ന് കരുതിയിട്ട് ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ പറഞ്ഞാൽ പറ്റില്ല കേട്ടോ, അതിന് സമയം എടുക്കും. പക്ഷെ അതിന് ശ്രമം ഉണ്ടാവും ചിലപ്പോൾ, ഇതെങ്ങനെ ഓടിക്കുന്നതൊക്കെ നോക്കി അവസരം കിട്ടിയല്ലേ ഓടിക്കാം. ഇല്ല, എപ്പോഴും ഈ പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്യുന്നതിന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും ട്രോളുകൾ വരാറുണ്ടല്ലോ, അത്ര സേഫ് ആയിട്ടല്ല ഓടിക്കുക, അവർ കറക്റ്റ് ആയിട്ടല്ല ഡ്രൈവ് ചെയ്യണേ എന്ന രീതിയിൽ. സ്റ്റിൽ ഇപ്പൊ ഞാനും കൂടെ ഇപ്പൊ കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കമന്റ്സ് കേൾക്കാറുണ്ട്. ശരിക്കും എങ്ങനെയാ തോന്നണേ? എന്റെ ഭാര്യ പറഞ്ഞ ഒരു സംഭവം, അതായത്
ഈ പുള്ളിക്കാരിക്ക് ഞാൻ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുത്തു. അതുകൊണ്ട് കാര്യപ്രാപ്തിയായി എന്നുള്ളതാണ്. കാരണം വീടിൻ്റെ പകുതി ഭാരം അവളാണ് നടത്തുന്നത്. ബാങ്കിൽ പോവുക, പച്ചക്കറി മേടിക്കുക, അങ്ങനെ എല്ലാത്തിനും യൂബർ വിളിച്ചു പോകാൻ പറ്റുമോ? അപ്പം അതിന് ഞാൻ സമ്മതവും കൊടുത്തതും അത് എടുത്തു കൊടുത്തതുമാണ്. എത്ര കാലം കഴിഞ്ഞാലും ഞാൻ മറക്കില്ല നന്ദി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓർത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതൊന്നും ഓർക്കണില്ല. ഡ്രൈവിംഗ് പഠിപ്പിച്ചതാണ്. അത് കുഴപ്പമില്ല. ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്ക് അഹങ്കാരമുണ്ട്. പെണ്ണുങ്ങൾ അപൂർവമായിട്ടല്ലേ ഡ്രൈവിംഗ് പഠിക്കുന്നവരുള്ളൂ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ 100 പേരിൽ 10 പേരായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. അത് നിങ്ങളുടെ നാട്ടിലാണ്. ഞങ്ങളുടെ ഇവിടെ ഒക്കെ എല്ലാവരും ഓടിക്കും. അല്ലല്ല, 100 പേര് നമ്മൾ ടോട്ടൽ കണക്ക് കൂട്ടിയാലേ ഏകദേശം ഒരു കണക്കാ പറയണേ. ടോട്ടൽ കണക്ക് കൂട്ടിയാൽ ഇപ്പോഴും 10% ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നു. അത് നമ്മള് ഈ നിരത്തിലോട്ട് നമ്മള് നമ്മുടെ നാട് കാണാനും പല നാട്ടിൽ കൂടെ അല്ലേ സഞ്ചാരം. അപ്പൊ നമ്മൾ വഴിക്ക് വെച്ച് കാണുന്നതല്ലേ. ഇപ്പൊ 10 വണ്ടി പോയാൽ അതിൽ ഒരു വണ്ടിയല്ലേ പെണ്ണുങ്ങൾ കാണും. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? പെണ്ണുങ്ങൾ ഓടിക്കുന്ന വണ്ടി നമുക്ക് ഓപ്പോസിറ്റ് വന്നാല് അല്ലെങ്കിൽ അറിയാൻ പറ്റും. അറിയാൻ പറ്റും. അത് പല രീതിയിൽ അവർക്ക് അവരുടെ കാര്യം മാത്രം. ഇതെന്താ സംഭവം വെച്ചാൽ ഇതിനകത്തൊരു കണ്ടീഷൻ. കാരണം എന്താ വെച്ചാൽ അവരെ ചെറുപ്പം പോലെ പെണ്ണാണ് എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടിങ് അവർക്ക് ഉണ്ടാവും. ആ രീതിയിൽ അത് എല്ലായിടത്തും അവർക്ക് കിട്ടണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ സംബന്ധിച്ചപ്പോൾ നമ്മളൊരു ഭാര്യ ഭർത്താവ് വണ്ടി ഓടിച്ച് പോകാന്ന് വെച്ചു. നോർമലി താക്കോലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു ഡ്രൈവർ സീറ്റിൽ ഭർത്താവ് കയറുന്നു, മറ്റേ സീറ്റിൽ ഭാര്യ കയറുന്നു. ഇതാണ് നോർമലി സംഭവിക്കുക. രണ്ടുപേർക്കും ഡ്രൈവിംഗ് അറിയാമെന്ന് വിചാരിച്ചു. രണ്ടുപേർക്കും ലൈസൻസ് ഉണ്ട്. എങ്കിലും ഇങ്ങനെയാണ് പൊതുവെ സംഭവിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർ കണ്ടീഷൻഡ് ആണ്. അതായത് ഓക്കെ ഞാൻ ഇവിടെ ഇരിക്കാം എന്നുള്ള രീതിയിൽ കണ്ടീഷൻഡ് ആണ്. മറ്റേത് ഡ്രൈവ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഇത് ഒരു എക്സാമ്പിളാണ്. ജീവിതത്തിലെ ഏത് കാര്യം എടുത്താലും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അത് കണ്ടീഷൻഡ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത്. ഇതിപ്പോ തിരിച്ചു സംഭവിക്കും. ഇപ്പൊ പെൺകുട്ടി ഇപ്പൊ ഒരു വൈഫ് ഡ്രൈവ് ചെയ്യണു, ഹസ്ബൻഡ് അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുകയാണെങ്കിലും ഈ കാണുന്നവരുടെ ഒപ്പീനിയൻ മാറുമല്ലോ. സ്ഥിരം ഇപ്പൊ നമ്മൾ കാണുന്ന ആ സൈഡിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് എല്ലാം ഭരണം എന്ന രീതിയിലേക്ക് മാറും. അതെന്തുകൊണ്ടാണ്? കാരണം ചിലപ്പോ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യില്ല. ഒപ്പീനിയൻ എന്തുകൊണ്ടാണ് അങ്ങനെ മാറണേ? അതങ്ങനെ നമ്മൾ ശീലിച്ചു പോകുന്ന കണ്ടുപോകുന്ന കാഴ്ചയുടെ മാറ്റമാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ലല്ലോ. അതായത് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അത് തന്നെയാണല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് അപ്രിസിയേഷൻ വന്നത് ആ ഒരു അനുഭവമാണ്. അതായത് കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. അതാണ് അതിൻ്റെ ഒരു സംഭവം. കണ്ടീഷനിങ് കൊണ്ട് അയാൾക്ക് ഈ പറയുന്ന ലേഡിക്ക് പോലും അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു കംഫർട്ട് എന്ന് പറയുന്ന രീതിയിൽ അവരെ തീർത്ത് കളഞ്ഞിരിക്കുകയാണ്. മീൻസ് ആ രീതിയിൽ അവർ പ്രോഗ്രാംഡ് ആണ് ബേസിക് മുതൽ ചെറുപ്പം തൊട്ട്. അപ്പം അതിൻ്റെ ചെറുപ്പം ആ കണ്ടീഷനിങ് എപ്പോൾ ഇല്ലാതാവുന്നു, നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വരുന്നു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പിന്നെ ഇക്വാലിറ്റിയുടെ ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലാണ് ഈ പ്രശ്നമില്ല. അതെ, എല്ലാ കാര്യത്തിലും അവര് ചെറുപ്പം പോലെ അങ്ങനെയാണല്ലോ. വിദേശ രാജ്യങ്ങളിൽ ഡ്രൈവർ ഇല്ല, സ്വയം ഓടിച്ച് പോകുന്നതല്ലേ വണ്ടി. ഇപ്പൊ ഡ്രൈവർ സ്വയം ഓടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വണ്ടി കയറി ഇരുന്നിട്ട് കോട്ടയം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് സംവിധാനം ആകുകയാണ്. അല്ല ഡ്രൈവർ ഇല്ലാത്ത വണ്ടി ഇനിയിപ്പോ ആ പ്രശ്നം വരുന്നില്ല. ഇതിപ്പോ കുറച്ചാളത്തെ കൂടെ ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് അത് മാറിക്കോളും. കാരണം പിന്നെ ആണ് ഓടിക്കുന്നോ പെണ്ണോടിക്കുന്നോ എന്നുള്ള പ്രശ്നമില്ല. അല്ലെ ചേട്ടൻ കയറിയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് പോകേണ്ട ഇത് പറയുമല്ലോ, അത് ഫീഡ് ചെയ്തും വെച്ചേ കൂട്ടാ. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഷേളിയുടെ വീട്ടിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പിന്നെ നമ്മൾ ഇത് പറയുമ്പോ അല്ല കാറ് നിങ്ങളെ കാണുമ്പോ മനസ്സിലാവും. ഹലോ ഇപ്പൊ ഇതിലൊരു ട്രോമയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ പെൺകുട്ടിയുടെ ലൈഫിലായാലും ആൺകുട്ടിയുടെ ലൈഫിലായാലും ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്കൊരു ട്രോമ അനുഭവിക്കും. ചിലപ്പോൾ വാക്കുകളാവാം, ഈ പാരന്റ്സിന്റെ നിന്നുള്ള കാര്യങ്ങളാവാം. ഈ സബ്ജക്റ്റ് എങ്ങനെ എടുക്കാനുള്ള ഒരു റീസൺ എന്താ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കൊമേഴ്സ്യലി സക്സസ് ആവുന്ന ഏത് മൂവി നിങ്ങൾ എടുത്തോളൂ, അതിനകത്ത് 2 ടോപ്പിക് ആയിരിക്കും ഒന്നുകിൽ സംസാരിക്കുന്നത്. ഒന്നുകിൽ പണം അല്ലെങ്കിൽ പെണ്ണ്. ഈ ഒരു പെണ്ണിനെ സ്വന്തമാക്കി തട്ടിയെടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് റിവെഞ്ച്, അതിന് വേറൊരു പശ്ചാത്തലത്തിൽ പറയുക, അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലുള്ള ഒരു കഥ. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ടൊരു സാധനം, ക്ലീശ അല്ലാത്തൊരു സാധനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു മനസ്സിലേക്ക് വന്ന ഒരു സബ്ജക്റ്റാണ്. ഞങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ഇതൊരു സിനിമയായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ എന്നൊരു ഷോർട്ട് ഫിലിം ആക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കും. പിന്നെ ഇതിനകത്തേക്ക് ഇവർ രണ്ടുപേരും വന്നു, ജാസ്മിനും ഗബ്രിയും ഇന്നാവുന്നു. നമ്മൾ കഥ പറഞ്ഞതിന് ശേഷം എല്ലാവരും ഇതിലേക്ക് വരുന്നതാണ്. അങ്ങനെ നമ്മളിതൊരു പ്രൊജക്റ്റായി മാറുമ്പോഴാണ് ഇത് സിനിമ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊരു ഇഷ്യൂ ആണ്. ഇപ്പം താങ്കളൊരു ലേഡി ആയതുകൊണ്ട് താങ്കൾക്ക് അറിയാം അതൊരു ട്രോമയാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്നു. പക്ഷെ എത്രത്തോളം അത് ഇപ്പോഴും ഇതൊക്കെ ഒരു ഇഷ്യൂ ആണോ, സിനിമയാക്കാൻ മാത്രം ഉണ്ടോ, ഇതിലിപ്പോൾ എന്താ ഉള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇത് കൊമേഴ്സ്യലി ഇത്ര ഓടി തന്നെ എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം അത് കുറച്ചെങ്കിലും ഇവരുടെ ഒരു ഇതും ആ ഒരു മേക്കിങ്ങിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. എങ്കിലും അത് എന്തായാലും സക്സസ് ആയാലും സന്തോഷം. അല്ല, ഡ്രൈവിങ്ങിന് എല്ലാവരും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ ഭാര്യ പറയും
ടിനി എന്നെ ഡ്രൈവിങ്ങിന് പഠിപ്പിക്കാൻ നിൽക്കണ്ട കാരണം എനിക്ക് ദേഷ്യമൊക്കെ വരും ഇപ്പൊ എന്റെ മോൻ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. കാരണം എനിക്ക് ദേഷ്യം എന്റെ തരം ഷോർട്ട് ടെമ്പേർഡായിട്ട് നിൽക്കണോണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ ഗിയർ ഇടുമ്പോൾ ഓഫൊക്കെ ആയി പോകും. ഈ ട്രോമ എന്ന് പറയുന്നത് ഇതെല്ലാ മനുഷ്യരിലും ഉണ്ട്. വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ അത് നമ്മളെല്ലാവരും ഉണ്ട്. അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയപ്പോൾ. അല്ല, അത് നമ്മുടെ ആക്ടിങ് സെക്ഷനിലില്ലേ, ചിലർക്ക് ഈ ക്യാമറ കണ്ടു കഴിയുമ്പോൾ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരുടെ എല്ലാ സംഭവം മുൻപ് ഈ ക്യാമറയുടെ ശബ്ദം കേൾക്കുമ്പം ആ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഫിലിം റോള് ഇങ്ങനെ പോകുന്ന ആ ശബ്ദം കേൾക്കുമ്പം ചിലരുടെ എല്ലാ സംഭവം പോകും. റിഹേഴ്സലൊക്കെ കറക്റ്റായിരിക്കും, പക്ഷെ ടേക്കിൻ്റെ സമയത്ത് ക്യാമറ ഓൺ ആയി കഴിയുമ്പോഴത്തേന് ആ ശബ്ദം അപ്പൊ ചോദിച്ച നടന്മാരുണ്ടെന്ന് പറയുന്നത് സാർ ഈ ഒച്ച കേൾക്കാതിരിക്കാനുള്ള നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും പേടിച്ച് അത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു പിൻകാലത്ത് നിങ്ങൾ അങ്ങനെ ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോൾ പൃഥ്വിരാജ് ഞങ്ങൾ അപ്പോൾ ശശി എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇതായിട്ട് പുള്ളി നല്ല വലിയ വേഷങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അത്രയുള്ളൊരു മുറിയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറ അന്ന് ഇതുപോലത്തെ ഫിലിമാണ് ഷൂട്ട് ചെയ്യുന്നത്, കുമാർ സാറാണ് ക്യാമറ വെക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ അസിസ്റ്റൻ്റാണ് ആ പുള്ളിക്കാരൻ ഞങ്ങളുടെ. അപ്പോൾ പുള്ളി ഫോൺ എടുത്തിട്ട് KTC ഫിലിം പൂട്ടിയാച്ചെന്നാണ് പറയേണ്ടത്. എത്ര പേര് എഞ്ചിയേട്ടൻ എല്ലാം പുലികളാണ് നിൽക്കുന്നത്, തിലകചേട്ടൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ സിംഹങ്ങളുടെ നടക്ക് ആടുമായിട്ട് ഞാനും പുള്ളിയും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയവരാണ്. അപ്പോൾ പുള്ളിക്ക് ആ കാലത്തെ വിറ തുടങ്ങി. രാത്രി എന്തോ പുള്ളിനെ എലിയും കടിച്ചിട്ടുണ്ടായി ഉറക്കത്തിൽ. അപ്പോൾ ഇവിടെ മുറിവുണ്ട്. അപ്പോൾ രഞ്ജിയേട്ടൻ അവിടെ ഇരിപ്പുണ്ട്, രഞ്ജിത്ത് സാർ അവിടെ ഇരിപ്പുണ്ട്. തുടങ്ങുന്ന പറഞ്ഞിട്ട് എത്ര ഇതായിട്ടും പറ്റുന്നില്ല. KTC ഫിലിം പൂട്ടിയാച്ചി ഞങ്ങൾ നടത്തുന്ന ഫിലിമിൻ്റെ കമ്പനി അങ്ങ് 10-20 ടേക്കായപ്പോൾ ലാസ്റ്റ് ദേഷ്യവും വേർപ്പും ചൂടൊക്കെ ആയപ്പോൾ പുള്ളിക്കും ടെൻഷനായി. നമ്മളെ പ്രഷറാക്കരുത്, കൂളാക്കണം. പുള്ളി ആക്ഷൻ എന്ന് പറയുന്നതോടും PTC ഫിലിം കേട്ടിയാച്ചെന്ന് പറഞ്ഞ് ഇതോടുകൂടി എല്ലാവരും ചിരിയായി. PTC ഫിലിം കേട്ടു അപ്പോഴേക്കും എല്ലാവർക്കും കോമഡി ആയി. ഇപ്പോൾ കൂളായി. അതെന്താന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർട്ടിസ്റ്റിനെ പ്രഷറാക്കരുത്, കൂളാക്കി വെക്കുക എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ലൈനിലാണ് നിൽക്കുന്നത്. രമേശേട്ടന്റെ ജീവിതം ഇതിനൊരു ഉദാഹരണം. കാരണം രമേശേട്ടൻ വളരെ ലേറ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ചെറുപ്പത്തേട്ടനെപ്പോഴും പറയാറുണ്ട് ഒരുപാട് ശ്രമിച്ച് പലരും അങ്ങനെ അവഗണിച്ച് കഴിവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ചേട്ടനെ അങ്ങനെ ഒരു ഉപേക്ഷിക്കുന്ന അവസ്ഥ വഴി. അത് അവർക്കൊരു ഒരു അവസരം തന്നാലല്ലേ നമുക്ക് അയ്യപ്പനും കോശിയിലൂടെ ചേട്ടൻ ആ കഴിവ് തെളിയിച്ച് ചേട്ടൻ ഇത്രയും പ്രായം എത്തിയപ്പോൾ ആ ഒരു അംബിഷൻ, ആ ട്രോമയിൽ നിന്ന് മാറിയ അംബിഷനിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് വേറെ ഒരു ഉദാഹരണമാണ്. നമ്മൾ ആരെയും പ്രഥമ ദൃഷ്ടിയാ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, ഏത് കാര്യത്തിലായിരുന്നു. ഒരാൾ എന്താണ് എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ആ കാഴ്ച കൊണ്ട് നമുക്ക് ഒരാളിനെ അയാളുടെ ടോട്ടാലിറ്റി എന്താണ്, അതിന് എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചില ആളുകളെ കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവര് അഗ്രഗണ്യന്മാരായിരിക്കും ആ ഒരു ഇതില്. അമിതാഭ് ബച്ചനെ വോയിസ് ടെസ്റ്റിൽ തള്ളിക്കളഞ്ഞതാ 2 പ്രാവശ്യം. അത് സിംഹഗർജനായി മാറി. വിശ്വാസിന്റെ കാര്യം തന്നെ എടുക്കാമല്ലോ. ആകാശവാണിയിൽ നിന്ന് അങ്ങനെ പാടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് അതെ, ആ ആകാശവാണി പിന്നീട് എന്തായി, അങ്ങനെയുള്ള പാട്ട് വെച്ച് ആകാശവാണി തുറക്കുന്നത് തന്നെ കട തുറക്കുന്നത്. ഇപ്പം പല ആർട്ടിസ്റ്റുകൾ ഇപ്പം സിനിമയിൽ എത്തിപ്പെടുന്ന ആഗ്രഹിക്കുന്ന പലർക്കും മോട്ടിവേഷൻ കൂടിയാണ്. കാരണം ഇത്ര ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊന്നും ആയില്ലല്ലോ, ഇഷ്ടപ്പെട്ട പാഷന് പുറകെ പോയിട്ടും നടന്നില്ലല്ലോ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സാർ ഒരു മോട്ടിവേഷൻ കൂടിയാണ്. അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയുന്നു അല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചു, കണ്ടെത്താൻ ഇച്ചിരി താമസിച്ചു എന്നുള്ളത് ഒരു ഇതായിട്ടായിരുന്നു. ഇനി താമസിച്ചില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നത് എന്താ, ഏതായാലും ഈ ജന്മം ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല, പരാതിയില്ല, പരിഭവമൊന്നുമില്ല, അടുത്ത ജന്മമെങ്കിലൊന്നും പരിഗണിക്കണേ, ഇങ്ങനെയുള്ള റിക്വസ്റ്റ് ചെയ്യുന്നത്. എനിക്കെപ്പോഴും അന്നും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ. മറ്റുള്ളവരെ ഞാൻ ഇത്ര വർഷമായി ഞാൻ ഇതിൻ്റെ പറയാൻ തുടങ്ങിയിട്ട് ദൈവം ഒന്നുമില്ല, മറ്റേ മറിച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ ചീത്ത വിളിക്കും. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ആഴവും പരപ്പും എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു നദിയിൽ അതിശക്തമായ പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നദി ഒഴുകിപ്പോയിരിക്കുക. അതിനകത്ത് എന്തെല്ലാം ജീവജാലങ്ങൾ, എത്രയോ പേര് കാണും, എത്രയോ എന്ന് പറഞ്ഞ പേരല്ല, ഞാൻ ഒരു മനുഷ്യനല്ല ഉദ്ദേശിക്കുന്നത്, എത്രയോ ജന്തുക്കൾ ഉണ്ടാവും, ജീവജാലങ്ങൾ ഉണ്ടാവും. ഇതിൽ കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നില്ലേ, എങ്ങനെയോ ഏതെങ്കിലും രീതിയിൽ കറങ്ങി തിരിച്ച് പോകുന്നില്ല. പക്ഷെ അതിൽ പെടുന്നില്ല നമ്മൾ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിൽ പെടാത്തതുകൊണ്ട് നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴേലും അതിൽ പെടും, ആ അകവലുവിനകത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ സൈഡ് പറ്റും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പം
നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ത് സംഭവിക്കും എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാമില്ല. ഇപ്പം പ്രസൻറ്റിൽ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യുക, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും ഈ ഓർമ്മ നഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് പാസ്റ്റ് അന്ന് മറന്നു കളയണമെങ്കിൽ പ്രസന്റ് അത് ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. നമ്മൾ ഓർമ്മ പോവുക എന്നുള്ളത് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മുടെ ജന്മം പോയില്ലേ. അതായത് ഓർമ്മ പോകുന്നത് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊരാൾക്ക് ഏറ്റവും വലിയ ഒരു സ്ത്രീക്ക് ഏറ്റവും ഗുണമാകുന്നു എന്ന് പറയുന്ന ഒരു തോട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഹിറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനെ വർക്ക് ചെയ്ത് എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സാധനം. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ തീം പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ആയത് അവിടെയാണ്. ഇത് എഴുതുന്ന സമയത്ത് ഈ ആളുകൾ മനസ്സിലുണ്ടായിരുന്നോ? ടിൻചേട്ടൻ തന്നെ ആയിരിക്കണം പോലീസ് സ്റ്റേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അച്ഛനായിട്ട് തന്നെയാണ്? ഞാൻ എഴുതുമ്പോൾ പൊതുവിൽ ഞാൻ ആക്ടേഴ്സിനെ മനസ്സിൽ വെച്ച് എഴുതുന്ന ആളാണ്. ഈ ഫാദർ ക്യാരക്ടർ ചെയ്തപ്പോൾ രമേശ് ചേട്ടൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ആലോചിച്ച് എഴുതിയിരുന്നു. പക്ഷേ പോലീസ് വേഷം ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടിൻചേട്ടനെ അങ്ങനെ എനിക്ക് അന്ന് കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. സായി വഴിയാണ് ചേട്ടനെ പരിചയപ്പെടുന്നത്. പക്ഷേ എനിക്കിത് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ 1-2 മുഖങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ ഒരു മുഖം ഉണ്ടായിരുന്നല്ലോ ടിൻചേട്ടൻ്റെ. പക്ഷെ എനിക്ക് ടിൻചേട്ടനെ അന്ന് ബന്ധപ്പെടാനുള്ള സൗഹൃദം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ള കേസൊക്കെ ഞാനത് ചെയ്തതിന് ശേഷം ഞാൻ 1-2 വേറെ 2 നടീനടന്മാരാണ് ഇത് ചെയ്യാൻ വേണ്ടി വെച്ചത്. അവർക്ക് പെട്ടെന്നൊരു ഷൂട്ട് വന്നപ്പോൾ കുറച്ച് ഡിലേ ആക്കേണ്ടി വന്നു. അപ്പോൾ അത് സിനിമയിൽ നായികയായിട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഇത് ചെയ്യാം, നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ച് ഡിലേ വേണ്ടി വന്നു പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കുറച്ച് സാഹചര്യം കൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെയാണ് ഞാൻ ഇവരിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇവരെല്ലാം സമ്മതിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഷോർട്ട് ഫിലിം കാണുന്ന സമയത്ത് ഇപ്പൊ ഗബ്രിക്കായാലും ജാസ്മിൻ ആയാലും ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ അവര് ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന ആഗ്രഹിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. സോ നമ്മൾ പ്രൊമോഷന് പ്രതീക്ഷ അവർ 2 പേരും ഉണ്ടാവുന്നു. പക്ഷെ അവർ നമ്മൾ കണ്ടില്ല, എവിടെ പോയി? ആക്ച്വലി അതിപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആര് പ്രൊമോട്ട് ചെയ്താലും പ്രൊമോട്ട് ചെയ്തിരിക്കും, നല്ല പടമാണെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ ആരും കാണാം. എന്ത് തള്ളിയിട്ടും കാര്യമില്ല, നമ്മൾ വന്നിരുന്നിട്ട്. അപ്പൊ ഇതിനകത്തുള്ള കേസ് എന്ന് വെച്ചാൽ നമ്മൾ ജാസ്മിനും ഗബ്രിയും ഞാനും ഇതായിട്ട് ഇതുപോലെ കൺവിൻസ് ചെയ്ത് ഇതുപോലെ സിനിമ പിച്ച് ചെയ്ത് കഥ പറഞ്ഞ് തിരക്കഥ പറഞ്ഞെല്ലാം ചെയ്താണ്. കൊളാബായിട്ടാണ് ഞങ്ങൾ ചെയ്ത വർക്ക്. കൊളാബായിട്ട് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് ഇത്ര ഫണ്ട് വേണമെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ അത് എനിക്കതിങ്ങനെ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് പ്രൊമോഷൻ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാറില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ 2 പേരും സഹകരിക്കും. അപ്പോൾ 2 പേരുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്തു. അതങ്ങനെ അവർക്ക് അത് അവരുടെ ഇഷ്ടം, അവരുടെ താല്പര്യമാണത്. എനിക്കതിനകത്തൊന്നും പറയാൻ. നമ്മൾ അഭിനയിക്കുമ്പോഴേ ഇതിന് കാശ് കുറവാണ് അപ്പോൾ കുറച്ച് അഭിനയിക്കാം അങ്ങനെ വിചാരിക്കില്ല. ഫ്രീ ആയിട്ടാണെങ്കിലും നമ്മൾ ഫുൾ പൊട്ടൻഷ്യലിലാണ് ചെയ്യണം. അതെ, ഞാൻ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ്. കാരണം ഒരു സ്ക്രീനിലൊരു സ്പേസ് കിട്ടാൻ കൊതിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ കൊതിച്ച് വരുന്നവർക്ക് ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ചക്കാരനെ ചൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് കൊടുക്കുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം. അതുപോലത്തെ ഭിക്ഷക്കാരാണ് ഞാനൊക്കെ. കാരണം പക്ഷേ ഇങ്ങനെ കഴിച്ച് ഇപ്പം നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല അധികം. നമുക്ക് പ്രൊഫഷനും കൂടിയാണല്ലോ. അതുപോലെ തന്നെ ഇന്നത് തന്നാലേ അഭിനയിക്കുള്ളൂ എന്നും പറഞ്ഞാൽ അങ്ങനെ ഇത്രയും തന്നാലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ തരാനും ആരും തയ്യാറാവുന്നില്ല. നമ്മൾ ചോദിക്കണല്ലേ തരുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഇഷ്ടമുള്ള ചോദിച്ചോ, പക്ഷെ ഞങ്ങൾ തരുന്നല്ലേ നീ മേടിക്കുള്ളൂ. അല്ല, പറഞ്ഞത് തന്നെ തരുന്നില്ല ഇവിടെ. അങ്ങനെയുണ്ട് പലരും. പറഞ്ഞു വെച്ചിരുന്നത് ആദ്യം പോലെ പറഞ്ഞു ബാർഗൈൻ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് സമ്മതിക്കും. അതിൽ നിന്ന് പിന്നെ ഈ ഡബിങ്ങിന്റെ സമയം ആകുമ്പോഴത്തേക്കും പിന്നെ അപ്പോൾ നമ്മളിതൊന്നും നോക്കാറൊന്നുമില്ല. അന്നേരം ഇതല്ലേ അത് വെളിച്ചം കാണുന്നതൊക്കെ ലാഭമായിട്ട് വിചാരിക്കുന്ന ആളാണ്. എത്രയോ പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ഒരു കൂട്ടായ്മയുടെ പുറത്തല്ലേ ഇത് വരുന്നത്. അപ്പൊ നമ്മളൊരാൾ മുഖാന്തരം അതിനൊരു രീതിയിലുള്ള പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഏതൊരു തൊഴിലിനകത്തും ഉള്ള, ഇത് തൊഴിലായിട്ടല്ലെങ്കിൽ പോലും നമ്മൾ സ്വീകരിക്കേണ്ട. കല എന്ന് പറയുന്നത് തൊഴിലായിട്ട് ജീവിക്കുന്നവരുണ്ട്, അല്ലാതെ വരുന്നവരുണ്ട്, എൻ്റർടൈൻ ചെയ്യാൻ വരുന്നവരുണ്ട്, ഹോബിയായിട്ട് വരുന്നവരുണ്ട്, ടൈം പാസ്സായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ആളുകളുണ്ടാകും. പക്ഷേ യഥാർത്ഥ ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിനോട് ഇതിനോടൊരു പ്രതിബദ്ധത. ഇപ്പം ഞാൻ തന്നെ വരുന്നത്, ഞാൻ കുട്ടിക്കാനത്ത് നിന്നാണ് വരുന്നത്. അവിടെ നിന്നാണ് വരുന്നത്, കുട്ടിക്കാനത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ കുട്ടിക്കാനത്ത് വരുമ്പോൾ ഞാനത് ഇന്നലെ പറഞ്ഞത് എനിക്ക് ഇന്നലെ ഒരു എന്നെ ഉച്ച ആകുമ്പോഴത്തേക്കും വിടണം എന്നുള്ള രീതി. മോഹൻലാലിന്റെ മകളുടെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അങ്ങോട്ട് പോകണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അതിന് വേണ്ടി വരുന്നത്. അപ്പൊ നമ്മളോടുള്ള ഈ സിനിമയോടുള്ള ഒരു ഇതും ചേട്ടൻ ഷൂട്ടിലും ഉണ്ട്. അവർക്ക് അതിന്റെ എത്ര തിരക്കിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഡെഡിക്കേഷൻ, അവരുടെ സിനിമ ഇവർ അടിപൊളി മനുഷ്യരാണല്ലോ. ഞാൻ അത് പറയുന്നില്ല. എനിക്ക് ആ ഷൂട്ടിന്റെ എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവരെന്തിനാണ് എന്നെ വിശ്വസിച്ച് വന്നതെന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് പറഞ്ഞു ഇത് കൺവിൻസ് ആയി അവർക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്നു. അങ്ങനെ വലിയ വാരിയിട്ട് റെമ്യൂണറേഷൻ കൊടുക്കാൻ അങ്ങനെയല്ല, നമുക്ക് ചെറിയ രീതിയിൽ. അപ്പം നമുക്കതങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ആ ഒരു അടിപൊളി മനുഷ്യന്മാരാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ലോകം വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലോകമാണ്.
ആ സെൽഫിഷ് ആയിട്ടുള്ള ലോകത്ത് എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എത്ര എന്നുള്ളത്, അങ്ങനെ ഒരു ലോകത്ത് ഇവരെ പോലെ രണ്ട് ആർട്ടിസ്റ്റ് നല്ല മനുഷ്യരാകുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അടിപൊളി മനുഷ്യരാണ് ഉള്ള കാര്യം പറയാം. ഇവരുടെ വർക്ക് ചെയ്ത് എല്ലാവർക്കും അറിയാം. രണ്ടുപേരും നല്ല അടിപൊളി മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാത്രമല്ല, വേറെ ഒരുപാട് ആളുകളുണ്ട്. പോകുമ്പോ വരുമ്പോ അങ്ങനെയുള്ള ആളുകളൊക്കെ വരൂല്ലേ? അല്ല, എൻ്റെ അടുത്ത് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇന്ദ്രൻ ചേട്ടൻ ഒരു സമയത്ത് ഒരു പൈസ പോലും മേടിക്കാതെ, എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്താണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എങ്ങനെയാണ് അപ്പം അത്? അല്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു കഴിവുണ്ട്, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ നിന്ന് കൊടുക്കുക. നമ്മൾ വെറും കളിമണ്ണാണ്. അപ്പോൾ ഈ ഒരു ശില്പി പണിത് തരാന്ന് പറയുമ്പോൾ നമ്മൾ പണിയാൻ കൊടുക്കും. പക്ഷെ ഇതൊന്നും അല്ല, വേറെ ചിന്തകളായിട്ട് വരുന്നുണ്ട്. ലക്ഷറി മറ്റത് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു, അതൊക്കെ പിന്നാലെ വന്നിട്ടുള്ളതാണ് നമ്മുടെ കൂടെയൊക്കെ. അത് നിലനിൽക്കത്തില്ല. അതാണ് അതിന്റെ മുമ്പ് പറഞ്ഞ പോലെ സംഭവം. അങ്ങനെ വരുന്ന ആളുകൾ അങ്ങനെ വരുമ്പോ അത് നിലനിൽക്കത്തില്ല. അതിനൊരു കാരണം പിന്നീട് കുറച്ച് സംഭവം കഴിയുമ്പോൾ അത് വിടും. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജാസ്മിൻ ഗബ്രിയും ചോദിച്ചാൽ അവർ വരാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കാണോ? ഒരു വഴക്കുമില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഞാനും ഗബ്രിയും ജാസ്മിൻ തമ്മിൽ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് അവരായിട്ട് സൗഹൃദം, അവര് തമ്മിൽ വഴക്കുണ്ട്, അതെനിക്കറിയില്ല. അല്ല, ഞാൻ അവർ തമ്മിലുള്ള വഴക്കുണ്ടോ ഇല്ലെന്നുള്ളത് അല്ല. അതിനകത്ത് വേറെ കാര്യം ഞാൻ പറയും. ഞാനൊരു നാടകത്തിൽ അതായത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനകത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ കുറച്ചുപേര് ഈ സിനിമ കാരണമാണോ അങ്ങനെ വഴക്കുണ്ടായത്, എന്താ പ്രശ്നമൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നു. അത് കലാകാരന്മാർക്ക് ആ ഒരു മനസ്സും പാടില്ലാത്തതാണ്. കാരണം വെച്ചാൽ അങ്ങനെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെയാണ്, പുറത്താണ്, പേഴ്സണലി ആയിരിക്കും. പക്ഷെ കലയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിനകത്ത് അത് നമ്മൾ ഒരുമിച്ച് നിന്ന് സൗഹൃദത്തിൽ ഒരു വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്ത് അത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അകൽച്ചയിലാണെങ്കിൽ ആ സിനിമ നശിച്ചു പോകണം, ഇറങ്ങാൻ പാടില്ല എന്നാരും ആഗ്രഹിക്കും. ഇതിന്റെ കഥ പറഞ്ഞ് നമ്മൾ ജാസ്മിനും ഗബ്രിയോടും കഥ പറഞ്ഞിരിക്കുമ്പോൾ ഗബ്രി ഇവിടെ ഇരിക്കുന്നു, ജാസ്മിൻ്റെ അനിയൻ ഇവിടെ ഇരിക്കുന്നു, ജാസ്മിൻ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും നോക്കിയിട്ടാണ് പറയുന്നത്. ജാസ്മിൻ ഇങ്ങനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിയാണ് കഥ പറയുന്നത്. കഥ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം വർക്കായെന്ന് ഞാൻ ചോദിച്ചു. വർക്കായെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ടുപേരും. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വർക്കായി കഥ. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ സൗഹൃദമൊന്നുമില്ല, മുന്നേ ബന്ധുവൊന്നുമല്ല ഞാൻ. നമ്മളങ്ങനെ ഈ പ്രൊജക്റ്റ് പിച്ച് ചെയ്യുന്നു, സിനിമാറ്റിക് ആയിട്ട് എടുക്കും. മേക്കിംഗ് ഒരു സിനിമ പോലെ തന്നെ ആയിരിക്കും ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ ക്യാമറ ടെക്നീഷ്യൻസ്, എല്ലാ സിനിമയിലുള്ള ആൾക്കാർ, അങ്ങനെ നമ്മൾ ചെയ്ത് അതിനോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ജാസ്മിൻ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് അഭിനയിക്കാൻ അറിയോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അഭിനയിക്കണ്ട, ബിഹേവ് ചെയ്താൽ മതി. ഞാൻ വേണ്ടത്. അപ്പൊ അത് ചെയ്യിക്കാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത് എല്ലാവരും. ഇനി എനിക്കറിയാത്തുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരട്ടെ, ഇവർക്ക് പറഞ്ഞു തരാം. അങ്ങനെ അല്ല, അത് ഞാൻ ആ ഡയറക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാവരും ചാടിക്കുക എന്നുള്ള രീതിയിലല്ല നമ്മുടെ ഒരു പരിപാടി. നമ്മുടെ പരിപാടി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാമ്പർ ചെയ്ത് അവർക്ക് എല്ലാ കംഫർട്ടിലും ഷൂട്ട് ചെയ്ത് പോയി, ഒരു പ്രശ്നമില്ലാണ്ട്, അതായത് എൻ്റെ ഭാഗത്തുനിന്ന് ഈ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി അവർ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ഷൂട്ടിംഗ് തീർത്ത് കാര്യങ്ങൾ വേഗം തന്നെ പറഞ്ഞ പോലെ തന്നെ അവസാനിപ്പിച്ച് അവർ വിട്ടിരിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊമോഷൻ സൈഡിൽ വന്നപ്പോഴാണ് അവർ കൺഫ്യൂഷൻസ് ആയി എന്നുള്ളത്. അത് എന്താണെന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്താം. ഓരോരുത്തർക്ക് അഭിപ്രായം, ഞാനാണ് തെറ്റിയതെന്ന് പറയില്ല, അവർക്കാണ് തെറ്റെന്നുള്ളത് ഓക്കെ ആയിക്കോട്ടെ. പക്ഷേ അത് ഓരോരുത്തർ വിലയിരുത്തട്ടെ, അതേ ഉള്ളൂ. നമ്മളതിനകത്ത് ഈ ദേവൻ പറഞ്ഞല്ലേ ഈ ബിഹേവ് ചെയ്താൽ ഇത് എവറി മാൻ ഇസ് ആൻ ആക്ടർ. എല്ലാവരും ആക്ടേഴ്സാണ് ഇപ്പോൾ ഈ ക്യാമറയുടെ പിന്നിലും മുന്നിൽ. പക്ഷെ ആ ഡയറക്ടറിൻ്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ ആക്ടറായി മാറും. അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. അതാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് ജാസ്മിൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം കൂടെ പറയണം, അവര് രണ്ടുപേരും കഴിവുള്ളവരാണ്. അവര് എനിക്കൊരു ആളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അത് അവരഭിനയിക്കുമ്പോൾ എനിക്കത് അറിയാൻ പറ്റും. അവർക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ് ഇനി. പ്രത്യേകിച്ച് ഇതിനകത്ത് കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്ന ജാസ്മിനാണ്. ജാസ്മിൻ ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. അപ്പോൾ അത് ഞാനത് പറയുമ്പോൾ, പക്ഷേ ജാസ്മിൻ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, അഭിനയിക്കേണ്ട എന്നുള്ള രീതിയിൽ, നടിയാവണ്ട എന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷേ എന്താവനാണ് അല്ലാതെ അഭിനയിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാൾ നിർബന്ധിച്ച് ചെയ്യിക്കില്ലായിരുന്നു. പക്ഷെ അല്ല, എത്രയോ പേര് അഭിനയിക്കണം എന്നും പറഞ്ഞൊരു മുഖം കാണിക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ വിചാരിക്കുന്നത് പുറത്ത് പറഞ്ഞായിരിക്കും. അപ്പൊ പറയുന്ന കാര്യമൊന്നും അത് കഴിവ്, അത് വർക്കിന്റെ കാര്യത്തിൽ അവർക്ക് കഴിവുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് നമുക്കത്. അപ്പൊ അതിൻ്റെ അത് ചിലപ്പോൾ എൻ്റെ ബാറ്റിലൊക്കെ ആയിരിക്കും അത് അവർ വരാൻ സാധിക്കാത്തത്. അപ്പൊ അതങ്ങനെ പിന്നെ നമ്മൾ ചിലപ്പോൾ ചിലർ പറയല്ലേ, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതിനൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ പിള്ളേർ പട്ടിണി കിടക്കുമല്ലോ. അപ്പൊ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഷോർട്ട് ഫിലിം. പുതിയ ആളുകളും ഈ ഷോർട്ട് ഫിലിം കാണട്ടെ. ആൻഡ് സിനിമയിലും പുതിയ പുതിയ ക്യാരക്ടർ നിങ്ങൾ രണ്ടുപേരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ ഇത്രയും ഒരു ഇതായ റേഞ്ചിലേക്ക് വന്നത്
സൈനയുടെ ഒരൊറ്റ ഒരു ഇത് അതെ, അതെ, അതെ. അടിസ്ഥാനപരമായിട്ട് ഇല്ലെന്ന് പ്ലാറ്റ്ഫോം പറയാൻ വേണമല്ലോ, പാത്രം വേണമല്ലോ. സൈനയുടെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ബലം അതിന്റെ ഒരു നല്ല പാത്രത്തിൽ കപ്പ് കൊടുത്താലേ തിന്നുള്ളൂ. അവിടെയാണ് അതാ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് അതിന് പ്രത്യേകത ഉണ്ടായത്. അപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. ഒരു കപ്പയുടെ കാര്യം അല്ലാതെ മനസ്സിലായല്ലോ. നമ്മൾ ഈ ചർച്ചയിൽ എന്തൊക്കെ വന്നു, കപ്പയുടെ ബിസിനസ് വന്നു, സർക്കസ് വന്നു, നാട് എവിടെയൊക്കെ പോയി വന്നു. എവിടെയൊക്കെ പോയി അതെ, ഗുജറാത്ത് അപ്പൊ അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു ഇതാണ്. അത് ദേവൻ വേണം ഓർത്തിരിക്കാൻ. അതെ. നമ്മൾക്ക് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് തീർച്ചയായിട്ടും ഓർത്തിരിക്കും. തീർച്ചയായിട്ടും പണ്ടുപോലെ ചെറുപ്പം പോലെ നമ്മള് സിനിമ കാസറ്റ് ഇറങ്ങിയ കാലം പോലെ കാണുന്ന ഒരു പേരാണല്ലോ. സൈന. ശരിയാ. നല്ലവണ്ണം ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ടീം വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. Yes. ബുദ്ധിയുള്ള അത്യാവശ്യം ചിന്തിക്കുന്ന ഒരു നല്ല ടീം വർക്ക് ഉണ്ട്. അതാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടീം അതെ, 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 അതെ. ഏറ്റവും പ്രധാനപ്പെട്ട. എല്ലാം നന്നായി വരുമ്പോഴാണ് നമ്മൾ നന്നാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല കഥാപാത്രങ്ങളിൽ നിങ്ങളെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ബിഗ് സ്ക്രീനിലും. അപ്പോൾ ഒരുപാട് സന്തോഷം കാണാൻ, സംസാരിക്കാൻ. വീണ്ടും നമുക്ക് ഒരു കപ്പ കച്ചവടത്തിൽ ഒരുമിച്ചിരിക്കാം. ഒരുമിച്ചിരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.